വീണ്ടും വെളിച്ചം കാണുകയാണ്. കാലത്തിന്റെ ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഒരു ചടങ്ങ് മാത്രമാകണില്ല, അതൊരു പുനർജന്മമാണ്. ചടങ്ങിലേക്ക് ആലപ്പുഴ ജില്ലയിലെ വാലാടി എന്ന പ്രദേശത്ത് കല്ലിങ്കൽ വീട്ടിൽ മംഗലത്ത് കേശവൻ നായരുടെയും ലക്ഷ്മി അമ്മയുടെയും 6 മക്കളിൽ 4ാമനായി ജനിച്ച അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ രചിക്കുകയുണ്ടായി. സർവാർത്ഥ സൗന്ദായിനി ദേവൻ ബ്രഹ്മനു പത്നിയായമരും മീനാക്ഷി മായാമയീ ദേവേന്ദ്രാദി സമസ്ത ഭക്തർപ്പണിയും എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഭക്തി സാഹിത്യത്തിൽ ശ്രീകൃഷ്ണപർവം എന്ന പുസ്തകം ഒക്കെ വായിക്കുമ്പോൾ ശ്രീകൃഷ്ണ കഥകൾ നമ്മുടെ ഹൃദയത്തിൽ അത് സ്പർശിക്കുകയാണ്. എത്രത്തോളം സജീവമായിട്ട് ഭക്തി നിലനിൽക്കുന്നത്, കാരണം ഭക്തിയുടെ വെളിയനാട് ശ്രീധരൻപിള്ള എന്ന വ്യക്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഡോക്യുമെൻ്ററിയൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് മുൻപ് പ്രസംഗിച്ച 2 വ്യക്തികളും പ്രാർത്ഥന കൊണ്ടോ അത് അച്ഛനോടുള്ള ആ സ്നേഹം, അതിൽ അദ്ദേഹം ഒരു സമർപ്പണ ശ്ലോകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുരിതം തീർത്തോരു ഭക്തപ്രിയ ഭട്ടേരിക്കു പ്രസാദമേകി ദുരിതം തീർത്തോരു ഭക്തപ്രിയ ഭക്തിക്കൂനമെഴാതെ തീർത്ത കൃതി ഞാൻ ഭക്തിക്കൂനമെഴാതെ തീർത്ത കൃതി ഞാൻ തൃപ്പാദ പങ്കേരുഹേ തൃപ്പാദ പങ്കേരുഹേ ഭക്ത്യാ ചേർത്തു
വണങ്ങിയിടുന്നു മുരളി കൃഷ്ണ കൃപ വിഷ്ടനായി. എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുള്ളതാണ്. സാറിനോട് തന്നെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെക്കുറിച്ച്. അതൊക്കെ എൻ്റെ ഒരു റോൾ മോഡലായി കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതി തുടങ്ങിയെന്ന് അദ്ദേഹത്തിനും അറിയാം. പല അവസരങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ദിവ്യയാത്രയെ 18 സർഗങ്ങളായി അവതരിപ്പിക്കുന്ന ഉത്കൃഷ്ടമായ ഒരു ഭക്തികാവ്യമാണിത്. ഒരു കൃഷ്ണഭക്തൻ്റെ പരമപവിത്രമായ ഹൃദയത്തിൽ നിന്ന് ഒഴുകി വരുന്ന പ്രാർത്ഥന പോലുള്ള ഈ കാവ്യം ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും സാക്ഷ്യമായി നിറഞ്ഞു നിൽക്കുന്നു. കാണുന്നതും ആ ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ആശിമാണാദ് എന്നെ വിളിച്ചത്, ഇങ്ങനൊരു പുസ്തകമുണ്ട്, അയച്ചു തരാം. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ അവരെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഒരു ഉത്തമനായ പുരുഷന് എന്തൊക്കെ യോഗ്യതകളാണോ വേണ്ടത് അതെല്ലാം ഉണ്ടായിരുന്ന ആത്മാവിനെ മുക്തി നേടുന്നു, മോക്ഷം നേടുന്നു. സംസ്കൃതവും ഇംഗ്ലീഷും പകുതിയിൽ കൂടുതൽ ഭാഗം ഷൂട്ട് ചെയ്തത് വെളിയനാട്, കാവാലം, രാമങ്കരി, പള്ളാത്തുരുത്തി തുടങ്ങിയ കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെച്ചാണ്. അതിൽ നസീർ സാറിൻ്റെ കുടുംബ വീടായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻ്ററിയിൽ കാണിച്ച സദനം എന്ന് പറയുന്ന വീടാണ്. അതായത് ശ്രീധരൻപിള്ള സാറിൻ്റെ വീട്. അവിടെയാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു ഷോട്ട് എടുക്കാൻ നിർവാഹമില്ല. കാരണം ചെറിയ ചെറിയ മുറികളാണ്. ആ അകത്തെ മുറികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് മറ്റു വീടുകളിലാണ്. ഈ അതിൻ്റെ പുറവശവും മുൻവശവും അതിൻ്റെ പുറകിലുള്ള തോടും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ പോയി കണ്ടിരുന്നു, ഒരു 5-6 വർഷം മുമ്പ്. ആ പഴയ ഭംഗിയെല്ലാം പോയി. മറ്റത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് ഷൂട്ടമായിട്ട് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ, എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വസ്തുത വായിച്ച ഈ പുസ്തക പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനു മുമ്പ് 1920 ആലപ്പുഴ ജില്ലയിലെ രീതിയിൽ സമർപ്പിക്കുന്നതിനായി GS വിജയൻ സാറിനെ ക്ഷണിക്കുന്നു. വ്യക്തമായി തന്നെ പലരും സംസാരിച്ചു. ഇതൊരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവർ 3 പേര് സംസാരിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചു. സത്യത്തിൽ ഒരു വലിയ പുണ്യകർമ്മം ചെയ്യാനുള്ള ഒരവസരമാണ്. എനിക്ക് വയസ്സായില്ല, അതുകൊണ്ട് എല്ലാവരും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവർക്കും ചേർന്ന് എൻ്റെ അച്ഛൻ്റെ പേര് നന്ദി ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നന്ദി ആശംസിക്കുകയാണ്. എല്ലാവരും ഒന്ന് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി നവീ പ്രകാശനമാണ്. ഇതിനായി വെളിനാട് ശ്രീധരൻ്റെ ചെറുമകനായ ശ്രീ ഒരു ധന്യമായ മുഹൂർത്തമാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ പേരിൽ ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു ഭാഗ്യതയായിരുന്നു. ഞാനൊരു സിനിമാ സംവിധായകൻ ആയത് പിന്നിൽ മറ്റേ സെൻറ് ജോസഫ് സ്കൂളൊക്കെ കാണിക്കുന്നത്. പിന്നെ സെൻറ് ജോസഫ് സ്കൂൾ ശ്രീനിവാസനും കൂടെ പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചാനലിനകത്ത് ഞാൻ ഇരുന്ന് നമ്മളൊക്കെ ആ മനുഷ്യ സ്റ്റണ്ടൊക്കെ ഓർമ്മയുണ്ടോ? അവിടെ ഇങ്ങോട്ട് വയ്ക്കാം. മകളല്ലേ? മകളെ സ്റ്റാച്യൂല് യൂണിയൻ ബാങ്ക് കിടക്കണില്ലേ, സ്റ്റാച്യു ജംഗ്ഷനിൽ അത് അവിടെ 36 സെന്റ് സാർ, 36 സെന്റ് 17 ലക്ഷം രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ DKR പിള്ളയെ കൊണ്ട് കാണിച്ചാണ് അതിന് വാങ്ങിച്ചത്. ഇപ്പൊ കോടിക്കണക്കിന് ശരി. ആകാശവാണിയിൽ വരുന്ന എല്ലാ ഇന്റർവ്യൂ
Gracias.